ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 3 നോമ്പിൻ്റെ ഭാഗമായി ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന തേഷുവ റിട്രീറ്റിലേക്ക്, തേഷുവ ധ്യാനത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദ വേ ബാക്ക് ടു ദ ഫാദർ, പിതാവിലേക്കുള്ള മടക്കയാത്രയാണ് ഈ 3 നാളുകളിലായുള്ള ധ്യാനം. 3 നോമ്പ് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അനുതാപത്തിൻ്റെ കാഹളം മുഴക്കുന്നതാണ്. ആ ചിന്തകളോടുകൂടി യോനായുടെ പുസ്തകം, യോനാ പ്രവാചകൻ 3 നാൾ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കിടന്നതുപോലെ ഒരു 3 നാളിൻ്റെ നിശബ്ദതയിലേക്ക്, ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഏവരെയും സ്നേഹപൂർവ്വം ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ മറ്റുള്ളവരുമായി ഇത് പങ്കുവയ്ക്കുക. അവരെയും കൂടെ പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ചെയ്യുക. ആദ്യത്തെ എപ്പിസോഡിലേക്ക്, 3 ദിവസങ്ങളായി നടക്കുന്ന ഈ ധ്യാനത്തിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. യോനായുടെ പുസ്തകമാണ് നമ്മുടെ മെയിൻ ഇതിവൃത്തം, യോനാ പ്രവാചകൻ്റെ പുസ്തകം. അതിൻ്റെ 1ഉം 2ഉം അധ്യായങ്ങളാണ് ഇന്ന് നിങ്ങൾ വായിച്ച് ഒരുങ്ങേണ്ടത്. ഒരു പക്ഷേ ഇവിടെ വെച്ച് ഇത് പോസ് ചെയ്ത് സമാധാനത്തോടെ യോനായുടെ പുസ്തകം 1ഉം 2ഉം അധ്യായം വായിച്ചിട്ട് വരാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. കുറെ കൂടെ ഇഫക്റ്റീവായി ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഇനിയിപ്പോൾ അത് കഴിയുന്നില്ല, സാരമില്ല, ഇത് കേട്ടിട്ട് മതി, സമാധാനത്തോടെ ചെയ്യുക. നമ്മളിന്ന് ധ്യാനിച്ചു തുടങ്ങുന്നത്, നമ്മളൊരു 6 പോയിന്റുകൾ ധ്യാനിക്കും. ഒരു 6 ചിന്തകളിലേക്ക്. നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരുപാട് നീട്ടി പരത്തി നമ്മൾ പറഞ്ഞു പോകാറില്ല. വളരെ ചെറിയ തോട്ട്സ്. പക്ഷേ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം പറയാനുള്ളത്, 3 നോമ്പിലേക്ക് പ്രവേശിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഗോഡ്സ് ഇനിഷ്യേറ്റീവാണ് റിപ്പൻറ്റൻസ്. കർത്താവാണ് കേട്ടോ മുൻകൈ എടുക്കുന്നത്. നെവർ തിങ്ക് ദാറ്റ് വി ആർ പുട്ടിങ് അവർ എഫേർട്സ്. നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മുടെ മാനസാന്തരം എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, കർത്താവ് എടുക്കുന്ന ഇനിഷ്യേറ്റീവിനോട് ഉള്ള നമ്മുടെ കോഓപ്പറേഷനാണ്, നമ്മുടെ സഹകരണമാണ് നമ്മുടെ മാനസാന്തരം. എപ്പോഴും കർത്താവാണ് മുൻകൈ എടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് അവർ എഫേർട്ട് ടു റീച്ച് ഗോഡ്, ബട്ട് ഗോഡ് കമ്മിങ് ആഫ്റ്റർ അസ്. അതാണ് റിപ്പൻറ്റൻസ്. ഇറ്റ്സ് നോട്ട് അവർ എഫേർട്ട് ടു റീച്ച് ഗോഡ്, ബട്ട് ഗോഡ് കമ്മിങ് ആഫ്റ്റർ അസ്. അത് ബൈബിളിലുടനീളം നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം നോക്കിക്കേ. നിങ്ങൾ ഇന്ന് ബൈബിൾ എടുത്തു വെക്കുക. പറ്റുന്നവർ, താല്പര്യമുള്ളവർ ഒരു ബുക്കോ പേനയും കൂടെ കൈ കരുതിയാൽ കുറേ അധികം ബിബ്ലിക്കൽ റെഫറൻസ്, നമ്മൾ പൂർണ്ണമായിട്ടും ഒരു വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിത ധ്യാനമായിട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് നല്ല പരിചയമുള്ളതാണ്. അതായത് കർത്താവ് നമ്മളെ തേടി വരുന്നതാണ് നമ്മുടെ മാനസാന്തരത്തിൻ്റെ ആരംഭം എന്ന് സൂചിപ്പിക്കാൻ. ഉൽപ്പത്തി 3:9, അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? വേർ ആർ യു എന്ന് വെച്ചാൽ എന്താ? ദൈവം നമ്മളെ തേടി വരികയാണ്. ഇനി ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം, ലൂക്കാ 19:10, അവിടെ നമ്മൾ കാണുന്നത് ഇതേ ആശയമാണ്. ലൂക്കാ 19:10, സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഈശോ എത്തിയ ആ നറേഷൻ്റെ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ്, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കർത്താവാണ് നമ്മെ തേടി വരുന്നത്. ഇനിയും റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം, എന്നാൽ നാം പാപികളായിരിക്കെ മിശിഹ നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. നാം പാപിയായിരിക്കെ നമ്മെ തേടി വരുന്ന കർത്താവിൻ്റെ സ്നേഹം. ഇതാണ് 3 നോമ്പ് കേട്ടോ. 3 നോമ്പിൻ്റെ ആരംഭം ഈ മൊമെൻറ്റിലാണ്. ഗാഡ് ടേക്സ് ദ ഇനിഷ്യേറ്റീവ്. കർത്താവ് നമ്മളെ തേടി വരികയാണെന്നുള്ള തിരിച്ചറിവിലാണ് 3 നോമ്പിൻ്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. നിങ്ങളിലേക്ക് എത്തുന്നത് ഞായറാഴ്ച രാത്രിയാണ്. ഈ ടോക്ക് നിങ്ങളിലേക്ക് എത്തുന്നത് തിങ്കളാഴ്ച മുതൽ നോമ്പ് ആരംഭിക്കുകയാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പറ്റുന്നവരൊക്കെ ഉപവാസം എടുക്കണം. കേവലം നോമ്പിൽ ചുരുങ്ങരുത്. കുറെ കൂടെ ഒരു സ്റ്റെപ്പും കൂടെ നമ്മൾ തന്നെ പുഷ് ചെയ്യാം. ഉപവാസം എടുക്കാൻ പറ്റുന്നവർ ഈ 3 ദിവസവും ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അധിക പ്രാർത്ഥനയിലിരിക്കാൻ പറ്റുന്നവർ, ആരോഗ്യം അനുവദിക്കുന്നവർ, സാഹചര്യം അനുവദിക്കുന്നവർ ഒക്കെ അത് ചെയ്യണം. നമ്മൾ കുറെ കൂടെ
കർത്താവിലേക്ക് ചേർന്നിരിക്കാൻ ഉള്ള പരിശ്രമമാണ്. എല്ലാവരും ഒരാൾ ഒഴിയാതെ ഇത് കേൾക്കുന്ന എല്ലാവരും അവരുടെ കുടുംബങ്ങളിൽ പറഞ്ഞ് 3 ദിവസം നോമ്പിൻ്റെ ദിനങ്ങളാക്കണം. ഉപവാസം പറ്റുന്നവർ നോമ്പ് എല്ലാവരും. നമുക്ക് പ്രവേശിക്കാം. 1ഉം 2ഉം അധ്യായങ്ങൾ, യോനാ പ്രവാചകന്റെ പുസ്തകം 1ഉം 2ഉം അധ്യായങ്ങൾ വെച്ചുള്ള ഒരു 5-6 ചിന്തകളിലേക്ക്, പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് the first call and the first escape. കർത്താവ് യോനായെ വിളിക്കുന്നു. എങ്ങോട്ട് പോകാൻ പറയുന്നു? നിനിവയിലേക്ക് പോകാൻ പറയുന്നു. നിനിവയിലേക്ക് പോകാൻ യോനായോട് കർത്താവ് പറയുന്നു. യോന എങ്ങോട്ട് കപ്പൽ കയറുന്നു? താർശീഷിലേക്ക് കപ്പൽ കയറുന്നു. യോന താർശീഷിലേക്ക് ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാൻ ഒരുങ്ങി. അതാണ് 2ാമത്തെ വാക്യം. 3ാമത്തെ വാക്യം. അപ്പോൾ 2 സ്ഥലങ്ങളാണ്. ഒന്ന് നിനിവേ, 2 താർശീഷ്. നിനിവേ എന്താ? ദൈവത്തിരിഹിതമാണ്. നിനിവയാണ് ഗോഡ്സ് പ്രൊജക്റ്റ്. താർഷ് എന്താ? അവർ ഓൺ പ്രൊജക്റ്റ്. ഇത് തമ്മിലുള്ള ക്ലാഷാണ്. റിപ്പൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്, റിപ്പൻറ്റൻസിൻ്റെ മാനസാന്തരത്തിൻ്റെ സ്റ്റാർട്ടിങ്. ദൈവത്തിരിഹിതം ഒന്ന്, നമ്മുടെ പദ്ധതികൾ മറ്റൊന്ന്. ഈ താർഷിഷ് എന്താണെന്ന് കണ്ടെത്തണം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഹോംവർക്കുകളിൽ ഒന്നാണിത്. നിങ്ങളുടെ താർഷിഷ് കണ്ടെത്തണം. ഒന്ന്, യോന 1ഉം 2ഉം അധ്യായം വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത് പിന്നീടാണെങ്കിലും ഓർമ്മിപ്പിക്കാൻ ഞാൻ വായിക്കണം. അത് ഹോംവർക്കാണ്. 2ാമത്തത്, എങ്ങോട്ടാണ് നീ ഓടി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ താർഷിഷ് ഉണ്ടല്ലോ, നമ്മുടെ ചില ടെൻഡൻസീസാണ്, നമ്മുടെ കംഫർട്ട് സോൺ. അതിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കർത്താവൊക്കെ ഓക്കെ, ആരാധനയൊക്കെ ഫൈൻ, ബൈബിൾ വായനയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്. ആ കംഫർട്ട് സോണാണ് നമ്മുടെ താർഷിഷ്. നമ്മുടെ ചില ഒഴിവാക്കലുകളുണ്ട്. ഈ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്, അത് നമ്മുടെ താർഷിഷാകാം. ചിലത് നമ്മളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ട്. മാനസാന്തരത്തെ നീട്ടിവെക്കുന്ന, കുമ്പസാരത്തെ നീട്ടിവെക്കുന്ന, പിന്നെയാകാം, ഞാൻ നാളെ നന്നായിക്കോളാം എന്ന് പറയുന്ന ഒരു ശൈലിയില്ലേ, അതാകാം നമ്മുടെ താർഷിഷ്. നമ്മുടെ ഹിഡൻ സീക്രട്ട് സിൻസ്, നമ്മുടെ രഹസ്യ പാപങ്ങൾ, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പാപങ്ങൾ, അതാകാം നമ്മുടെ താർഷിഷ്. നമ്മുടെ താർഷിഷിനെ കണ്ടെത്തണം. ഈ ബാറ്റിലുണ്ടല്ലോ, ഈ യുദ്ധം ഏത് തമ്മിൽ? നിനിവേയും താർഷിഷും തമ്മിലുള്ള യുദ്ധം. അത് നമ്മളിൽ നിരന്തരം നടക്കുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് റോമാലേഖനം, നിങ്ങൾ ബൈബിളുള്ളവർ അപ്പം തന്നെ എടുത്ത് അടയാളപ്പെടുത്തുക, അല്ലാത്തവർ എഴുതി വെക്കുക. റോമ 7:19, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇച്ഛിക്കുന്ന നന്മ നിനിവയാണ്, നിനിവയിലേക്കാണ് പോകേണ്ടത്. അതാണ് കർത്താവിൻ്റെ പദ്ധതി. ഇച്ഛിക്കാത്ത തിന്മ താർഷിഷാണ്. നിനിവയും താർഷിഷും തമ്മിൽ എപ്പോഴും ഒരു യുദ്ധം നമ്മൾ നടക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം എടുക്കുക. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഗലാത്യ 5:17. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ദാറ്റ് മീൻസ് ദർ ഇസ് എ ബാറ്റിൽ ഗോയിങ് ഓൺ. ഒരു യുദ്ധം നടക്കുന്നുണ്ട്, ഒരു നന്മയും തിന്മയും തമ്മിൽ, നിനിവയും താർഷിഷും തമ്മിൽ. അതിനെ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ ഒന്നാമത്തത്, നിനിവേ താർഷിഷ് യുദ്ധമാണ് മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ ഘട്ടമെന്ന് തിരിച്ചറിയണം. കർത്താവ് ഇനിഷ്യേറ്റീവ് എടുക്കും. അത് കഴിയുമ്പോൾ ഒരു നിനിവയും താർഷിഷും തമ്മിൽ നമ്മുടെ ഉള്ളിൽ യുദ്ധം നടക്കും. 2ാമത്തെ ചിന്ത, കൊടുങ്കാറ്റ്, ദ സ്റ്റോം. ഒരു കൊടുങ്കാറ്റുണ്ടായി. എന്നാൽ കർത്താവ്, 4ാമത്തെ വാക്യം, 1 യോന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റ് അയച്ചു, കടൽക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി. ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കൊടുങ്കാറ്റിനെ, നമ്മുടെ ജീവിതത്തിലും സമാനമായ കൊടുങ്കാറ്റ് അനുഭവങ്ങളുണ്ട്. ഇതിനെ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഉലച്ചു കളയുന്ന കർത്താവിൻ്റെ കരുണ. ഈ വാക്കോർത്ത് വച്ചേക്കണേ. ജീവിതത്തിലേക്ക് ചില കൊടുങ്കാറ്റുകൾ വീശിയടിക്കുമ്പോൾ അത് ശിക്ഷയല്ല, അത് നാശമല്ല, മറിച്ച് നമ്മളെ ഉലച്ചു കളയുന്ന, നമ്മുടെ കംഫർട്ട് സോൺസിനെ ബ്രേക്ക് ചെയ്യുന്ന, നമ്മൾ ഓടി അകലുന്ന പാപമേഖലയിൽ നിന്ന്, അല്ല, ഏത് പാപത്തിലേക്കാണോ ചാഞ്ഞു പോകുന്നത് അതിൽ നമ്മളെ തിരിച്ചു പിടിക്കാൻ കർത്താവ് ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന കൊടുങ്കാറ്റുകൾ. അത് ദൈവകരുണയുടെ കൊടുങ്കാറ്റാണ്. നിങ്ങൾ ഓർത്തേക്കരുത് കർത്താവിൻ്റെ കോപമാണ് വീശിയടിക്കുന്നതെന്ന്. അല്ല, കർത്താവിൻ്റെ കരുണ വീശിയെടുക്കുകയാണ്. അത്തരം കൊടുങ്കാറ്റുകൾ, they are not punishments but they are wake up calls. ഇത് പണിഷ്മെൻ്റ് അല്ല, ശിക്ഷയല്ല, മറിച്ച് ഉണർത്തുപാട്ടാണ്. കുഞ്ഞേ, ഈ പോക്ക് നല്ലതല്ല കേട്ടോ,
ഇതല്ല കേട്ടോ ശരിക്കും നടക്കേണ്ടത്, ഇതല്ല നന്മ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കർത്താവിൻ്റെ കരുണയുള്ള കൊടുങ്കാറ്റുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീശിയടിക്കും. അത് ചിലപ്പോൾ വേദന ഉണ്ടാകും കേട്ടോ. ശിക്ഷയല്ലെങ്കിലും അത് വേദന ഉണ്ടാകും, അത് ശിക്ഷണമാകും. അത് ബൈബിളിൽ പല ആവർത്തി നമ്മൾ കാണുന്നതാണ്. ബൈബിൾ എടുക്കാം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 6-ാം വാക്യം. ഹെബ്രായർ 12:6. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുന്നു. ശിക്ഷണം, പ്രഹരം, ഇത് നമുക്ക് കിട്ടും. അത് ദൈവകരുണ തലോടുന്നതാണ് ആ കൊടുങ്കാറ്റ് എന്ന് ഓർക്കണേ. ഇനി വെളിപാട് പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം. വെളിപാട് 3:19. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുദപിക്കുക. തീക്ഷ്ണതയുള്ളവനാവുക, അനുദപിക്കുക. അതിനുവേണ്ടി ഞാൻ ശാസിക്കും, ഞാൻ ശിക്ഷിക്കും. സങ്കീർത്തകനും സമാനമായ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 119-ാം സങ്കീർത്തനം എടുക്കാം. 119-ാം സങ്കീർത്തനത്തിന്റെ 71-ാം വാക്യം. 119 സങ്കീർത്തനം 71-ാം വാക്യം. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ചില കൊടുങ്കാറ്റ് വീശി അടിച്ചത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഭേദമായിട്ടൊക്കെ ജീവിച്ചു പോകുന്നത്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, ആ കൊടുങ്കാറ്റ് എനിക്ക് നന്മയ്ക്കായി. ഈ കൊടുങ്കാറ്റാണ് നമ്മളെ വെളിപ്പെടുത്തുന്നത് കേട്ടോ. ജീവിതത്തിൽ വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് നമുക്ക് തിരിച്ചറിവാണ്, നമുക്കൊരു വെളിപാടാണ്. ഒന്നോർത്ത് നോക്കിക്കേ, ഈശോയുടെ ജീവിതത്തിൽ വീശിയടിച്ചൊരു കൊടുങ്കാറ്റ് കർത്താവിൻ്റെ അതോറിറ്റിയെ, അധികാരത്തെ വെളിപ്പെടുത്തിയില്ലേ? ഇവിടെ യോനായുടെ ജീവിതത്തിൽ വീശിയടിച്ച കൊടുങ്കാറ്റ് യോനായുടെ അനുസരണക്കേടിനെ വെളിപ്പെടുത്തിയില്ലേ? അത്തരം കൊടുങ്കാറ്റുകൾ നമ്മുടെ കോർ, നമ്മുടെ ഇന്നർ കോർ അതിനെ വെളിപ്പെടുത്തും. ആ കൊടുങ്കാറ്റുകൾ നല്ലതാണ്. എന്തിനാണെന്നറിയാമോ? വലിയ ആഴക്കയത്തിലേക്ക് നമ്മൾ വീണു പോകാതിരിക്കാൻ കർത്താവ് ഇത്തരം കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. അങ്ങ് ആഴക്കടലിലേക്ക് പോയി നീ കർത്താവിൽ നിന്ന് ഒത്തിരി ദൂരോട്ട് അകന്നു പോകാതിരിക്കാൻ ഒരു കൊടുങ്കാറ്റിൽ കർത്താവ് നിന്നെ തിരിച്ചു പിടിക്കും. അപ്പോൾ ഈ കൊടുങ്കാറ്റ് കർത്താവിൻ്റെ കരുണ വീശിയടിക്കുന്നതാണെന്ന് ഓർത്താൽ മതി. 3-ാമത്തെ ചിന്ത, യോന ഉറങ്ങുകയാണ്. അത് വല്ലാത്ത ഒരു കാഴ്ചയാണ്. കൊടുങ്കാറ്റാണ്, മനുഷ്യർ നിലവിളിക്കുന്നു. അപ്പോൾ ദേ യോന കപ്പലിൻ്റെ 5-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം. അപ്പോൾ എന്നാൽ യോന കപ്പലിൻ്റെ ഉള്ളറയിൽ കിടന്നുറങ്ങുകയായിരുന്നു. എന്ന് വെച്ചാൽ ജീവിതം കിടന്നിങ്ങനെ ഒലയാണെന്ന്. ജീവിതം ടോട്ടൽ പാനിക്, ഡിസ്റ്റർബ്ഡ് സിറ്റുവേഷൻ. പക്ഷെ അപ്പോഴൊക്കെ ഉണ്ടല്ലോ ഒന്നുമില്ല, ഒരു കൂസലുമില്ല, കിടന്നുറങ്ങണം. അപ്പം നിങ്ങൾ ഓർത്തേക്കരുത്, അയ്യോടാ ടെൻഷൻ ഫ്രീ ലൈഫാണല്ലോ, കൊതി വരുന്നല്ലോ കണ്ടിട്ട്. അങ്ങനെയല്ല. ഇതിൻ്റെ പേര് ഈ ലാക്സ് സെൻസിറ്റിവിറ്റി. ഒന്നും ബാധിക്കുന്നില്ല. തിരിച്ചറിവിന് വേണ്ടിയിട്ട് കർത്താവ് ആ കൊടുങ്കാറ്റ് തന്നത്. അതുപോലും ബാധിക്കാതെ എ കൈൻഡ് ഓഫ് മന്ദോഷ്ണത ബാധിച്ചു പോയി. ഒരു സ്പിരിച്വൽ നംബ്നെസ് ബാധിക്കുന്നു. ഒരു സ്പിരിച്വൽ അനസ്തേഷ്യ ബാധിച്ചതുപോലെ കിടക്കുന്നു. അപ്പോൾ ഒരു ഇൻസെൻസിറ്റിവിറ്റി. ഒന്നും ഈ കർത്താവ് പറയുന്നില്ലേ, കാലത്തിൻ്റെ അടയാളങ്ങളെ വേർതിരിച്ചറിയടാ, ഈ കാറ്റ് എന്തിനാ വീശുന്നതെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ പോലും ആകാതെ ഒരു ഗാഠനിദ്രയിലേക്ക് വീണു പോവുകയാണ് യോന. ചിലപ്പോൾ നമുക്കും പറ്റുവേ. കുറേയൊക്കെ ഇങ്ങനെ ദുരിതങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് കിടപ്പ് തുടങ്ങും. അല്ല, ഈ കാറ്റ് വീശിയത് എഴുന്നേക്കാനായിരുന്നടാ, കിടന്നുറങ്ങാനല്ല. അതുകൊണ്ട് അത്തരം ഉറക്കങ്ങളിലാണ്, അത്തരം സ്പിരിച്വൽ നംബ്നെസ്സിലാണ്, ആത്മീയ മന്ദോഷ്ണതയിലാണ്, നിദ്രയിലാണ് നമ്മളെങ്കിൽ ഉണരേണ്ട സമയമായി. എഫേസോസുകാർക്കുള്ള ലേഖനം എടുക്കാം. എഫേസോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്. എഫേസോസ് 5:14. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, മിശിഹ നിന്റെ മേൽ പ്രകാശിക്കും. ഉറങ്ങുന്നവനെ, ആത്മീയ മന്ദത ബാധിച്ച് ഒരു സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ട് ഒരു നംബ്നെസ്സോടുകൂടി അനസ്തേഷ്യ കിട്ടിക്കിടക്കുന്നത് പോലെ ബോധം പോയി കിടക്കുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, മിശിഹ നിന്റെ മേൽ പ്രകാശിക്കും. ഇനിയും 1 തെസ്സലോനിക്ക 5:6. 1 തെസ്സലോനിക്ക 5:6 നമ്മൾ വായിക്കുന്നത്, അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഉണർവിലേക്ക് നമുക്ക് വരാൻ കഴിയട്ടെ. അപ്പം അതുകൊണ്ട് ഈ 3 നോമ്പ് ഞാൻ ഇന്നലെ രാവിലെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അവൈക്കനിങ് ആണ്.
ഉണരാനുള്ള ആഹ്വാനമാണ്. മതി ഉറങ്ങിയത്, എണ്ണീക്ക്, ഈ 3 നോമ്പ് ഉണർവിൻ്റെ കാലമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 4-മത്തെ കാര്യം, ഈ യോന കടലിലേക്ക് എറിയപ്പെടുന്നു. യോന കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിയപ്പെടുന്നു. അതിനെ മനസ്സിലാക്കേണ്ടത്, ഞാൻ സ്പീഡ് കൂട്ടാം, ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല, പക്ഷെ നിങ്ങളത് ധ്യാനപൂർവ്വം പ്രാർത്ഥനയോടെ എൻ്റെ കൂടെ വരണേ. സറണ്ടറിങ് ആൻഡ് ഡെത്ത് ടു ഈഗോ. എൻ്റെ ഇഷ്ടങ്ങളെ തകർക്കുന്നതാണ് കടലിലേക്ക് വലിച്ചെറിയുന്നത്. എൻ്റെ ഇഷ്ടങ്ങളുടെ താർശിഷിലേക്കാണ് ഞാൻ കപ്പൽ കയറിയത്. ഇപ്പോൾ ദേ കടലിലേക്ക് വലിച്ചെറിയപ്പെടുക എന്ന് വെച്ചാൽ ദൈവതിരഹിതത്തിന് കീഴ്പ്പെടുന്നു, എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ കൊന്നെറിയുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് പീസ്, ഇത് ഓർത്ത് വെച്ചേക്കണേ, പീസ് റിട്ടേൺസ് വെൻ അവർ വിൽ റിട്ടേൺ ടു ദ വിൽ ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തിന് സമാധാനം കിട്ടുന്നത്, കടൽ ശാന്തമാകുന്ന എപ്പോഴാണെന്നറിയാമോ? കടൽ ശാന്തമാകുന്നത് തന്നിഷ്ടങ്ങളെ വിട്ടുകൊടുത്തിട്ട് കർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് ചാഞ്ഞ് നിൽക്കുമ്പോഴാണ്. യോന തന്നിഷ്ടത്തിൻ്റെ താർശിലേക്ക് ലക്ഷ്യം വെച്ചപ്പോൾ കടൽ ഇളകി മറിഞ്ഞു, ജീവിതത്തിൻ്റെ സമാധാനം പോയി, കപ്പൽ ഉലഞ്ഞു. അതേസമയം ദൈവതിരഹിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ജീവിതത്തിന് സമാധാനം. എന്താ ഇത്രയും സമാധാനക്കേട് ഉലച്ചിലും ജീവിതത്തിൽ എന്നറിയാമോ? എപ്പോഴും ആത്മശോധന ചെയ്യണം. ഞാൻ എങ്ങോട്ടാണ് ഈ കപ്പൽ കയറിക്കൊണ്ടിരിക്കുന്നത്? എങ്ങോട്ടാണ് ഞാൻ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവതിരഹിതത്തിലേക്കാണെങ്കിൽ ഇത്രയും ടെൻഷൻസിൻ്റെ ആവശ്യമില്ലല്ലോ. എൻ്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ബഹളങ്ങളായി പ്രാർത്ഥനകൾ പോലും മാറുന്നുണ്ടോ എന്ന് ചോദിക്കണം. Peace returns when our will return to the will of God. Peace returns when our will return to the will of God. ദൈവതിരഹിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ജീവിതത്തിന് സമാധാനം ലഭിക്കും. നോക്കിക്കേ, യോന തന്നെ സാക്രിഫൈസ് ചെയ്തു, കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അവിടെ കടൽ ശാന്തമായി. ഈശോ തന്നെ വലിച്ചെറിഞ്ഞു കുരിശിലേക്ക്. ഈശോ തന്നെ സാക്രിഫൈസ് ചെയ്തു. അപ്പം എന്തു പറ്റി? പാപത്തിൻ്റെ കൊടുങ്കാറ്റ്, ലോകത്ത് വീശിയടിച്ചൊരു പാപത്തിൻ്റെ കൊടുങ്കാറ്റ് ശമിക്കുന്നു. യോന ശരിക്കും ഈശോയുടെ പ്രോട്ടോടൈപ്പ് ആകുന്നുണ്ട് പല രീതിയിൽ. ഓക്കെ, ഇനി 5-മത്തെ ചിന്തയിലേക്ക് നമുക്ക് വരാം. ഇത് 4-മത്തത്, ജോന വാസ് ത്രോൺ ഇൻ ടു ദ സീ, കടലിലേക്ക് എറിയപ്പെട്ടു എന്നതാണ്. 5-മത്തത്, ഒരു തിമിംഗലം വായ പിളർന്ന് യോനായെ വിഴുങ്ങി. തിമിംഗലം വായ പിളർന്ന് യോനായെ വിഴുങ്ങി. വീശിയടിച്ച കാറ്റ് കർത്താവിൻ്റെ കരുണയുടെ കാറ്റാണെങ്കിൽ ഇവിടെ കർത്താവിൻ്റെ കരുണയാണ് വായ തുറന്നുന്നത്. അങ്ങനെ മനസ്സിലാക്കണേ. തിമിംഗലം യോനായെ വിഴുങ്ങി എന്നൊക്കെ പറയുമ്പോൾ ആഴക്കടലിൽ കർത്താവിൻ്റെ കരുണ യോനായെ ഉൾക്കൊള്ളാൻ പാകത്തിൽ, കണ്ടെയ്ൻ ചെയ്യാൻ പാകത്തിൽ വാ തുറന്നു നിൽക്കുകയാണ്. ദൈവകരുണയിലേക്കാണ് യോന പ്രവേശിക്കുന്നത്. ഇനി 3 നാളിൻ്റെ നിശബ്ദതയിലേക്ക്. ദൈവകരുണ നമ്മളെ കണ്ടെയ്ൻ ചെയ്യുന്ന, നമ്മളെ പൊതിയുന്ന കർത്താവിൻ്റെ കരുണയുടെ ഉദാഹരണമാണ്, തെളിവാണ് ഈ വലിയ തിമിംഗലം എന്ന് മനസ്സിലാക്കണേ. ദൈവകരുണ വാ തുറന്ന് നിൽക്കുകയാണ്. സങ്കീർത്തനത്തിൽ 131 സങ്കീർത്തനത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ എവിടെ ചെന്നാലും കർത്താവ് അവിടെ ഉണ്ടെന്ന് പറയുന്നൊരു ഭാഗമില്ലേ? നമുക്കതറിയാം. സങ്കീർത്തനം 139 7 മുതലുള്ള വാക്യം, അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും, അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ചു നടത്തും. സമുദ്രത്തിൽ കപ്പലിൽ തന്നെ വലിച്ചെറിഞ്ഞാൽ അവിടെയും കർത്താവുണ്ട്, കർത്താവിൻ്റെ കരുണ വാതുറന്നു നിന്ന് എന്നെ സ്വീകരിക്കും. ഇതാണ് തിമിംഗലത്തിൻ്റെ ഉള്ളിലേക്ക് യോന 3 നാളിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി 6-മത്തത്, പ്രയർ ഇൻ ഡെപ്സ്. ആഴങ്ങളിൽ കിടന്ന് യോന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈ 3 നാളിൽ അതേ അനുഭവത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ നിന്നതുപോലെ നമുക്കും ഒരു നിശബ്ദതയുടെ ആഴങ്ങളിലേക്ക് പിൻവാങ്ങണം. അവിടെ കിടന്നുങ്ങൾ ഈ ഭാഗം വീണ്ടും മനസ്സിരുത്തി 2-ാം അധ്യായത്തിലെ യോനയുടെ പ്രാർത്ഥന ചില വാക്കുകളുണ്ട്. 2-ാമത്തെ വാക്യം, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു. പ്രാർത്ഥന ഉയരുകയാണ്, നിലവിളി ഉയരുകയാണ്. എവിടെ? നിശബ്ദതയിൽ, ആഴങ്ങളിൽ നിലവിളി ഉയരുന്നു. എന്നിട്ട് മെല്ലെ തിരിച്ചറിയുന്നുണ്ട്. 9-ാമത്തെ വാക്യം, എന്നാൽ ഇങ്ങനെയാണ്, എന്നാൽ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും, ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും, കർത്താവിൽ നിന്നാണ് രക്ഷ. ഒറ്റയ്ക്കിരുന്ന നേരത്ത്, ഒറ്റയായൊരു നേരത്ത് യോന തിരിച്ചറിയുന്നു, കർത്താവിലാണ് രക്ഷ. ഇതിന് സമാനമായ ഒന്ന് ലൂക്കാസ് സുവിശേഷത്തിൽ ധൂർത്തപുത്രന്റെ ഉപമയിൽ 15-ാം അധ്യായം 17-ാം വാക്യത്തിൽ, അപ്പോൾ അവന് സുബോധമുണ്ടായി. ധൂർത്തപുത്രന് ഇതുപോലെ അനുഭവം. തിമിംഗലത്തിന്റെ വായി കിടക്കുന്ന പോലെ ഒറ്റപ്പെട്ടിങ്ങനെ നിശബ്ദയിലിരിക്കുന്ന നേരത്ത്
അവന് സുബോധം ഉണ്ടായി. ആ സുബോധമാണ് തിരിച്ചുവരവിൻ്റെ ആരംഭം. ഒറ്റപ്പെട്ട് നിൽക്കുന്ന നേരത്ത് നിലവിളി ഉയരുകയാണ്. അത്തരമൊരു നിലവിളി പ്രാർത്ഥന നമ്മളിൽ നിന്നും ഉയരാൻ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ധ്യാനത്തിൻ്റെ 1-ാം നാൾ നമ്മളിങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ യാത്ര ചെയ്യാം. ഹോംവർക്കുകളുണ്ട്. ഒന്ന്, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം. ഇത് അവർക്ക് ഹോംവർക്ക് ചലഞ്ച് കൊടുക്കണം. ചെയ്യാൻ പറ. 3 നോമ്പല്ലേ, ഇത് 1-2 അധ്യായം ഇരുന്ന് വായിച്ച് ഇതൊന്ന് കേട്ടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഇത് സ്നേഹത്തോടെ വേണം പങ്കുവെച്ച് കൊടുക്കാൻ. 2, നമ്മുടെ താർഷിഷ് കണ്ടെത്തണം. നല്ല ഹോംവർക്കാണ്, ഒരു സ്പിരിച്വൽ എക്സസൈസ് ആയിട്ട് ഓർത്താൽ മതി. നമ്മുടെ ജീവിതത്തിൻ്റെ താർഷിഷിനെ കണ്ടെത്തണം. 3, നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിനെ കണ്ടെത്തണം. 4, നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാകണം, ഒരു നിലവിളി ഉയരണം. ഒരു ചെറിയ പ്രാർത്ഥന ഞാൻ പഠിപ്പിക്കട്ടെ. ലോർഡ്, ഐ റിമെമ്പർ യു, ബ്രിങ് മീ ബാക്ക്. കർത്താവേ, ഞാൻ അങ്ങേ ഓർക്കുന്നു, എന്നെ തിരിച്ചു കൊണ്ടുവരണമേ. ലോർഡ്, ഐ റിമെമ്പർ യു, ബ്രിങ് മീ ബാക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ശംശിഹായേ, യോന കടന്നു പോയതിന് സമാനമായ അനുഭവങ്ങളിലൂടെ ഞങ്ങളും കടന്നു പോകുന്നു. ഒരു കൊടുങ്കാറ്റ് വീശിയടിക്കുന്നുണ്ട്, ഒരു ഒറ്റപ്പെടലുണ്ട്, ഒരു നിലവിളി ഉയരുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോർഡ്, റിമെമ്പർ മീ. കർത്താവേ, ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തേഷുവ ധ്യാനത്തിൻ്റെ 2-ാം നാളിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം. നിനിവെ യാചനയുടെ ഭാഗമായി 3 നോമ്പിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന ധ്യാന ശുശ്രൂഷയാണ് തേഷുവ ധ്യാനം. പലരും 1-ാം എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ സംശയം ചോദിച്ചു, അച്ചു എന്താണ് ഈ തേഷുവ? തേഷുവ എന്താണെന്ന് അറിയാൻ, ആ വാക്കിന്റെ അർത്ഥം, അതിൻ്റെ ബൈബിൾ ആഴം, ധ്യാനം മനസ്സിലാക്കാൻ അതിന് മുമ്പേ ഒരു എപ്പിസോഡ്, ഈ ധ്യാനത്തിന്റെ അനൗൺസ്മെന്റ് എപ്പിസോഡായിട്ട് ഞായറാഴ്ച രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ടു മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ ഈ വീഡിയോ ആയിട്ടാണ്, 2-ാം എപ്പിസോഡാണ്. തേഷുവ ധ്യാനത്തിന്റെ 2-ാം ദിവസമാണ് നിങ്ങൾ നേരെ ആദ്യം കാണുന്നതെങ്കിൽ ഉറപ്പുവരുത്തണം ഇതിനു മുമ്പ് 1-ാം ഭാഗം കണ്ടുവെന്ന്. അത് ഞായറാഴ്ച വൈകിട്ട് 8 മണിക്ക് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് 2-ാം ഭാഗം, ഇതിന്റെ 2-ാം നാള് തിങ്കളാഴ്ച വൈകിട്ട് 8 മണിക്ക് നിങ്ങളിലേക്ക് എത്തി. 3-ാമത്തത് അവസാനത്തെ എപ്പിസോഡ് ചൊവ്വാഴ്ച വൈകിട്ട് 8 മണിക്ക് നിങ്ങളിലേക്ക് എത്തും. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് 3 നോമ്പ്. നോമ്പ് വീടുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പലർക്കും അത്തരം സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ ഞായറാഴ്ച വൈകിട്ട് ഈ ധ്യാനം ആരംഭിച്ചത്? ഇത് കേട്ട് നിങ്ങൾക്ക് തിങ്കളാഴ്ചത്തേക്ക് പ്രവേശിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇന്ന് 2-ാം നാളിൽ ആദ്യമേ തന്നെ വായിക്കേണ്ട ഭാഗം ഹോംവർക്ക് തരാം. യോന പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായമാണ് ഇന്നത്തെ മെയിൻ നമ്മുടെ ധ്യാനം. ഇന്നലെ 1-ാം നാളിൽ നമ്മൾ യോന പ്രവാചകന്റെ പുസ്തകം 1ഉം 2ഉം അധ്യായങ്ങൾ ധ്യാനിച്ചു. ഇന്ന് 3-ാം അധ്യായം ധ്യാനിക്കുന്നു. അതിന്ന് എല്ലാവരും വായിക്കണം. സാധിക്കുന്നവര് ഇപ്പൊ പോസ് ചെയ്തിട്ട് യോന 3-ാം അധ്യായം വായിച്ചിട്ട് വന്നാൽ ഇനി പറയുന്ന ഭാഗം കുറെ കൂടെ നന്നായിട്ട് മനസ്സിലാകും. അങ്ങനെയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി പേര് ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എന്റെ പൊന്നച്ചോ, ഞങ്ങളിത് കേൾക്കുന്നത് തന്നെ വലിയ കാര്യം. അതിനിടയ്ക്ക് ഇനി ഇത് നിർത്തിയിട്ട് ഇനി വായിച്ചിട്ട് പിന്നെ വന്നിട്ട് അയ്യോ നിങ്ങൾ തിരക്ക് പിടിക്കരുത്. നിങ്ങൾക്ക് കേൾക്കുന്നത് തന്നെ വലിയ കാര്യമെങ്കിൽ പറ്റുന്ന സമയത്ത് കേൾക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. കേട്ടാലും മനസ്സിലാകും, വായിച്ചാൽ അല്പം കൂടെ എന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം വായിക്കണം. പറ്റുന്നവര് ഹോംവർക്കുകൾ തരുന്നതേ ഉള്ളൂ. ലൂക്ക 15 വായിക്കണം. അപ്പസ്തല പ്രവർത്തനം 2-ാം അധ്യായം. ഇതാണ് ഈ ദിവസം. കാരണം ഒത്തിരി പേര് ഉപവാസം എടുത്ത് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉപവാസം എടുക്കുമ്പോൾ പട്ടിണി കിടന്നാൽ മാത്രം പോരാ. പട്ടിണി കിടന്നാൽ ഉപവാസം ആകരുത്, പട്ടിണിയാകത്തുള്ളൂ. അതേസമയം ഉപവസിക്കുന്നത് ദൈവത്തോടൊപ്പം വസിക്കുകയല്ലേ. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അധിക പ്രാർത്ഥനയിൽ ഇരിക്കുന്നവര് അല്പനേരം വചന വായനയ്ക്ക് മാറ്റിവെക്കണം. അപ്പൊ എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം എന്നോർത്ത് ആകുലപ്പെടാതിരിക്കാൻ ഞാനായിട്ട് ഭാഗങ്ങൾ അങ്ങ് പറഞ്ഞു തരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ വായനകള് യോന 3-ാം അധ്യായം, ജോയേൽ 2-ാം അധ്യായം, ലൂക്ക 15, അപ്പസ്തല പ്രവർത്തനം 2-ാം അധ്യായം. നമുക്ക് യോന പ്രവാചകന്റെ 3-ാം അധ്യായത്തിന്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. തേഷുവ ധ്യാനത്തിന്റെ 2-ാം ദിവസത്തിലേക്ക്
നമ്മൾ വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യോനായ്ക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി എന്നാണ്. യോന 3:1. യോനായ്ക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അതിനകത്ത് ഏത് വാക്കിനാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കാൻ തോന്നിയത്? യോനായ്ക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാട് ഉണ്ടായി. ഇതിലാ വീണ്ടും വീണ്ടും സെക്കൻഡ് ചാൻസസ്, രണ്ടാം അവസരം കർത്താവ് തരികയാണ്. ശരിക്കും അത് എന്തൊരു കരുണയാണെന്നറിയാമോ കർത്താവിൻ്റെത്? ഒന്ന് അരുളപ്പാട് കിട്ടിയതാ യോനായ്ക്ക്, പക്ഷെ യോന അരുളപ്പാടിനെ കാര്യമായിട്ട് എടുത്തില്ല. അവന്റെ ദൗത്യത്തെ അവൻ മറന്നു കളഞ്ഞു. അവൻ തന്നിഷ്ടത്തിന്റെ താർശീഷിലേക്ക് ഒളിച്ചോടി. പക്ഷെ ഇവിടെ കർത്താവ് വീണ്ടും വരുന്നു, രണ്ടാം അരുളപ്പാട്. വീണ്ടും കർത്താവിന്റെ സെക്കൻഡ് ഗോസ്പൽ ഈസ് ഓൾ അബൌട്ട് സെക്കൻഡ് ചാൻസസ്. അതാണ് നമുക്കുള്ള സുവിശേഷം. കർത്താവ് നമുക്ക് വീണ്ടും അവസരം തരുന്നു എന്നതിനപ്പുറത്തൊരു ആശ്വാസം എന്താ? തെറ്റിപ്പോയോ? വീണുപോയോ? കർത്താവിൽ നകന്നു പോയോ? ദൗത്യം നിയോഗം മറന്ന് ജീവിച്ചോ? സാരമില്ല. God is giving you yet another chance. കർത്താവ് നിനക്ക് വീണ്ടും അവസരം തരുന്നു. തൊട്ടടുത്ത പുസ്തകം എടുത്താൽ മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെയാണത്: തന്റെ അവകാശത്തിന്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങേപോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തന്റെ കോപം എന്നേക്കുമായി വെച്ചു പുലർത്തുന്നില്ല, എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. God is a God who rejoices in mercy, who finds joy in mercy. കരുണയിൽ ആനന്ദിക്കുന്ന കർത്താവ്. എന്താണ് ഈ കരുണ? ഇത് തന്നെയാണ് വീണ്ടും അവസരം തരുന്ന കർത്താവ്. ഈ വീണ്ടും അവസരം എന്നറിയാമോ? നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണേ, ഈ റിപ്പന്റൻസ്, മാനസാന്തരം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗെറ്റിംഗ് റീഡ് ഓഫ് സിൻസ്. പാപത്തിൽ നിന്ന് പുറത്തു കടക്കുന്നത് മാത്രമല്ല, പാപത്തെ ഉപേക്ഷിക്കുന്നത് മാത്രമല്ല മാനസാന്തരം, മറിച്ച് അതിനൊരു പോസിറ്റീവ് മീനിങ് ഉണ്ട്. റിട്ടേണിംഗ് ടു വൺസ് വൊക്കേഷൻ, ഒരാളുടെ നിയോഗത്തിലേക്ക്, ഒരാൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയിലേക്ക് അയാളുടെ തിരിച്ചുവരവ് കൂടിയാണ് മാനസാന്തരം. അങ്ങനെ മനസ്സിലാക്കി. പാപം ഉപേക്ഷിക്കുന്നത് മാനസാന്തരമാണ്, പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് സെൻസ് അല്ലേ? എന്തോ ഉപേക്ഷിക്കുന്നു, അതിനപ്പുറത്ത് മറ്റൊരർത്ഥം, ഉപരിയായ ഒരു മാനം എന്താ? ഒരാളുടെ നിയോഗങ്ങളിലേക്ക് അയാളുടെ തിരിച്ചുവരവാണ് അയാളുടെ മാനസാന്തരം. ചിലപ്പോഴൊക്കെ നമുക്കിത് കുറെ ആപ്ലിക്കബിൾ ആവും കേട്ടോ. നിയോഗം മറന്നു പോയവരുണ്ട് നമുക്കറിയാം കർത്താവ് നമ്മളിൽ എന്താണ് ആഗ്രഹിച്ചതെന്ന്. നമ്മൾ എന്നിട്ട് പറയുന്നത് ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ. പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, കർത്താവ് ഏൽപ്പിച്ചൊരു ദൗത്യത്തെ പൂർത്തീകരിക്കാൻ കഴിയണം. ആ ദൗത്യത്തിൽ നിന്ന് നിന്റെ താർശീഷിലേക്ക് നീ ഒളിച്ചോടിയെങ്കിൽ തിരിച്ചുവരവ്, ആ നിയോഗത്തിലേക്കുള്ള തിരിച്ചുവരവാണ് നിന്റെ മാനസാന്തരം. റോമാലേഖനം എടുക്കാം. റോമാലേഖനം 11-ാം അധ്യായം 29-ാം വാക്യം. റോമ 11:29 ഇങ്ങനെയാണത്: എന്തെന്നാൽ ദൈവത്തിന്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. എന്തെന്നാൽ ദൈവത്തിന്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. നിന്നെ ഒരു കാര്യത്തിനെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൗത്യം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കപ്പെടാവുന്നതല്ല. ദാറ്റ് ഈസ് ദെയർ ഫോർ എവർ. നിനക്ക് കർത്താവ് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദെയർ ഫോർ എവർ. നീ അത് കണ്ടെത്തിയാലും തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും അവിടെ ഉണ്ട്. ആ നിയോഗവും അവിടെയുണ്ട്. ആ നിയോഗത്തിലേക്കുള്ള തിരിച്ചുവരവ് മാനസാന്തരമാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. ഫിലിപ്പി 1:6 ഇങ്ങനെയാണത്: നിങ്ങളിൽ സത്പ്രവൃത്തി ആരംഭിച്ചവൻ ഈശോ മിശിഹായുടെ ദിനമാകുമ്പോഴേക്ക് അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങളിൽ ഒരു നല്ല കാര്യം പരിശുദ്ധാത്മാവ് ആരംഭിച്ചിട്ടുണ്ട്. അതാണ് നിന്റെ നിയോഗം. ആരംഭിച്ചത്, തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, കർത്താവ് തമ്പുരാൻ അത് നിന്നിൽ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ, ഈശോ മിശിഹായുടെ ദിനം, അവന്റെ 2-ാം വരവ്, അവന്റെ തിരുമുമ്പാകെ നിൽക്കേണ്ട ദിവസം, അതാകനവാകുന്നതിന് മുമ്പേ അത് നിന്നിൽ പൂർത്തിയാക്കും. ദൈവകരുണ വീണ്ടും വീണ്ടും നിന്നെ തേടി വരും എന്ന് അർത്ഥം. 1-ാമത്തെ ധ്യാനം അതാണ്. ഗോസ്പൽ ഈസ് ഓൾ അബൌട്ട് സെക്കൻഡ് ചാൻസസ്. വീണ്ടും അവസരം നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്നു എന്നതിനപ്പുറത്തൊരു സുവിശേഷമില്ല പ്രിയമുള്ളവരെ. അതിനപ്പുറത്തൊരു കാരുണ്യമില്ല. 2-ാമത്തെ ചിന്തയിലേക്ക് നമുക്ക് വരാം. വീണ്ടും എടുക്കാം. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാണത്: 40 ദിവസം, അതാണ്
യോന 3:4. യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനിവേ നശിപ്പിക്കപ്പെടും. 40 നാൾ. ഈ 40 നാൾ ഇവിടെ കരുണയുടെ കാലഘട്ടമാണ്. ദൈവം കരുണയോടെ കാത്തിരിക്കുന്ന നാളുകളുടെ എണ്ണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 40 നാൾ. ഈ 40 നാൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കരുണയുടെ കാലാവധിയാണെങ്കിൽ നമുക്ക് ആ 40 നാൾ എന്താണ് അതിനെ മനസ്സിലാക്കേണ്ടത്? വിശുദ്ധീകരണത്തിന്റെ കാലം. അതുകൊണ്ടല്ലേ ബൈബിളിൽ ആകമാനം നോമ്പ്, ഉപവാസം, പരിത്യാഗം 40 ബന്ധപ്പെട്ടതല്ലേ? ഈശോ പോലും തന്നെ അവന്റെ നിയോഗത്തിൽ ഉറപ്പിക്കുന്നത് 40 നാൾ മരുഭൂമിയിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ച് പിശാചിന്റെ പ്രലോഭനങ്ങളെ തോൽപ്പിച്ച് അവൻ ആർജവത്വം കൈവരിക്കുകയല്ലേ? അവൻ അവന്റെ നിയോഗത്തിൽ ഉറയ്ക്കുകയല്ലേ? ഈ 40 നാൾ നമുക്ക് വിശുദ്ധീകരണത്തിന്റെ കാലമാകണം. അത് ദൈവകരുണയുടെ കാലം കൂടിയാണ്. അപ്പൊ ഈ 3 നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ ഒരു ലൈറ്റർ വേർഷനിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഇത് വിശുദ്ധീകരണത്തിന്റെ കാലം കൂടിയാണെന്ന് ഈ നോമ്പ് കാലം, ഈ 3 നോമ്പ് നിനിവേ യാചന എന്ന് നമ്മൾ വിളിക്കുന്നത് വിശുദ്ധീകരണത്തിന്റെ കാലമാണ്. മറുവശത്ത് അത് ദൈവകരുണയുടെ കാലാവധിയാണ്. കർത്താവ് തരിക, സമയം തരിക. സാറില്ല, I will wait. Yes. ഇനി 3-ാമത്തെ അധ്യായത്തിന്റെ അടുത്ത 5-ാം വാക്യം തൊട്ട് 9-ാം വാക്യം വരെ, അതാണ് ഇന്നത്തെ ധ്യാനത്തിന്റെ മെയിൻ ഫോക്കസ്. വളരെ ചെറിയ കാര്യമാണ്, പക്ഷേ ഇത് സുന്ദരമാണ്. അതായത് ഹൗ എ ട്രൂ റിപ്പന്റൻസ് ലുക്സ് ലൈക്ക്. ഒരു യഥാർത്ഥ മാനസാന്തരം എങ്ങനെയായിരിക്കും? അതിന്റെ നല്ല തെളിവാണ് നിനിവേക്കാരുടെ മാനസാന്തരം. അത് നമുക്ക് പല ആവർത്തി വായിക്കണം. യോന പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് കാണാൻ പറ്റുന്നത്. ഞാനൊരു 5 ഘട്ടമായിട്ട് അവരുടെ മാനസാന്തരത്തിന്റെ പ്രത്യേകത പറഞ്ഞു തരാം. പരത്തുന്നില്ല, ഒരുപാട് അങ്ങോട്ട് നീട്ടി പറയുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ബൈബിളിൽ അത് വളരെ എവിഡന്റ് ആയിട്ട് കിടപ്പുണ്ട്. ഒന്നാമത്, അവരുടെ മാനസാന്തരം ആരംഭിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ്. ദൈവവിശ്വാസമാണ് അവരുടെ മാനസാന്തരത്തിന്റെ ആ യാത്രയുടെ ആരംഭം. ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഈ പറയുന്നതെല്ലാം നോയിസ് പൊല്യൂഷനാണ്. ഇതെല്ലാം വെറുതെ ഗിമ്മിക്സുകളാണ്. ഇതെല്ലാം വെറുതെ വേസ്റ്റേജ് ആണ്. ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് മാനസാന്തരപ്പെടാൻ പറ്റില്ല. മാനസാന്തരത്തിന്റെ ആരംഭം ദൈവവിശ്വാസമാണ്. 1-ാമത്തെ ഘട്ടം ദൈവവിശ്വാസം. അതാണ് നിങ്ങൾ നോക്കിക്കേ, 3-ാം അധ്യായം 5-ാം വാക്യം, നിനിവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവവിശ്വാസത്തിൽ നിന്നാണ് മാനസാന്തരം ആരംഭിക്കേണ്ടത്. അടുത്തത്, ഈ ദൈവവിശ്വാസം കഴിഞ്ഞ അടുത്ത ഘട്ടത്തിലേക്ക് മാനസാന്തരം വളരണം. അതാണ് ഞാൻ ഈ 3 ദിവസം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞു, ആരോഗ്യമുള്ളവര്, ശാരീരിക അവസ്ഥ അനുവദിക്കുന്നവര്, സാഹചര്യമുള്ള എല്ലാവരും ഈ 3 ദിവസം എന്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഉപവാസം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉപവാസം ഈ മാനസാന്തരത്തിന്റെ യാത്രയുടെ ഭാഗമാണ്. നമ്മൾ അടുത്തത് വായിക്കുന്ന അങ്ങനെയല്ലേ? അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചു, ആ ദൈവത്തോട് ചേർന്നിരിക്കാൻ തീരുമാനിച്ചു. അതാണ് ഉപവാസം. ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തോട് ചേർന്നിരിക്കാൻ, മറ്റേതിനോടൊക്കെ നോ പറഞ്ഞ്, പ്രിയപ്പെട്ട ഭക്ഷണത്തോട് ഒക്കെ നോ പറഞ്ഞ് ദൈവത്തോടൊന്ന് ചേർന്നിരിക്കാൻ തീരുമാനിച്ചു. ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു. 3-ാമത്തത്, രാജാവ് ചെയ്തൊരു കാര്യമാണ്. 3-ാമത്തത് അതിങ്ങനെയാണ്. ഈ വാർത്ത നിനിവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിൽ ഇരുന്നു. എന്താ സൂചിപ്പിക്കുന്നത്? ഹ്യൂമിലിറ്റി. മാനസാന്തരത്തിന്റെ യാത്രയിൽ, കർത്താവിലേക്ക് നമ്മൾ നടത്തുന്ന ഈ മടക്കയാത്രയിൽ, നമ്മുടെ ഈ തേഷുവായി എളിമ ആവശ്യമാണ്. എളിമപ്പെട്ട് മഹാരാജാവ്, നിനിവയുടെ രാജാവ് ചാക്കുടുത്ത് ചാരം പൂശി എളിമയോടെ ചാരത്തിൽ നിൽക്കുകയാണ്. അത്തരമൊരു എളിമപ്പെടൽ അനിവാര്യമാണ് ഈ യാത്രയിൽ. 1-ാമത്തത്, ദൈവത്തിൽ വിശ്വസിച്ചു. 2-ാമത്തത്, ആ ദൈവവിശ്വാസത്തിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഉപവാസം എടുത്തു. ഉപവാസം ദൈവത്തോടൊപ്പം ഇരിക്കുന്നതാണ്. 3-ാമത്തത്, എളിമപ്പെട്ടു. 4-ാമത്തത്, ചേഞ്ച് ഓഫ് ലൈഫ്. അതെവിടെയാണ് വായിക്കേണ്ടത്? അത് വായിക്കേണ്ടത് 8-ാമത്തെ വാക്യം എടുത്ത്. 8-ാമത്തെ വാക്യം, ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. മാറ്റം വരികയാണ് ലൈഫിന്. ജെന്യുവിൻ കോൺക്രീറ്റ് ചേഞ്ചസ് കൊണ്ടുവരികയാണ് അവര്. ആ മാറ്റമാണ് അടുത്ത ഘട്ടം.
ഈ ആദ്യത്തെ 3 എണ്ണം പലപ്പോഴും നമ്മളിൽ നടക്കും. പക്ഷെ 4ാമത്തെ ഘട്ടത്തിലേക്ക് അങ്ങോട്ട് ഒരു ജെനുവിൻ റിട്ടേൺ, ഒരു ജെനുവിൻ ചേഞ്ച് ഇൻ ലൈഫ്. അതാണ് നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ലേ, ലൂക്ക 3:8 മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. മത്തായി 3:2 മാനസാന്തരപ്പെടുവിൻ, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനി വായിക്കാൻ 1-2 ഭാഗം പറയാം. എഫേസോസ് 4:22-24 കുറിച്ചോ വേണ്ടവര് ഓർത്തിരുന്നു. എഫേസോസ് 4:22-24 വരെയുള്ള വാക്യങ്ങളും കൊളോസസുകാർക്കുള്ള ലേഖനത്തിന്റെ 3-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും. എന്താണെന്നറിയാമോ, ഇപ്പൊ ഈ ജീവിതത്തിൽ മാറ്റം വരണമെന്നൊക്കെ പറയുമ്പോഴും ഇതെങ്ങനത്തെ മാറ്റമാണ്? എന്തു മാറ്റം വരണമെന്നാണ് ഇത് വായിച്ചാൽ കുറച്ചുകൂടെ പൗലോസ് ശ്ലീഹ വ്യക്തതയോടെ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ വീട്ടൊരു ഹോംവർക്കായി കരുതി ഒന്ന് സൗകര്യപൂർവ്വം ഇരുന്ന് വായിക്കാൻ ശ്രമിക്കണേ. ഇത് മുഴുവൻ വായിച്ച് സമയം അത്രയും നിങ്ങളുടെ കവരണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങൾക്കതിന് സമയം തരുന്നത്. എഫേസോസ് 4:22-24 കൊളോസ്യർക്കുള്ള ലേഖനത്തിന്റെ 3-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും. ഇത്രയുമാണ്. ഇതാണ് ട്രൂ റിപ്പന്റൻസ്. ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, 4 എണ്ണമല്ലേ നടന്നത്? ഏതൊക്കെയായിരുന്നു? ദൈവത്തിൽ വിശ്വസിച്ചു, 2 ഉപവാസം എടുത്തു, 3 എളിമപ്പെട്ടു, 4 ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു, 5ാമത്തതാണ് ബ്യൂട്ടിഫുൾ ക്ലൈമാക്സ്, ഹോപ്പ്. പ്രത്യാശ. ഈ മാനസാന്തരത്തിന്റെ യാത്രയിലുണ്ടല്ലോ, അവസാനം ഇതൊക്കെ ചെയ്ത് മെല്ലെ ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു തിരുത്തല കൊണ്ടുവന്ന് കഴിയുമ്പോണ്ടല്ലോ നമുക്ക് തന്നെ ഒരു ഫീൽ വരും. കർത്താവിന്റെ മനസ്സ് മാറും, കർത്താവിനോട് പൊറുക്കും, ക്ഷമിക്കും. അതിന്റെ നല്ല തെളിവല്ലേ കിടക്കുന്നത്. 9ാമത്തെ വാക്യം നോക്കിക്കേ, ദൈവം മനസ്സു മാറ്റി തന്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. ഒരു പ്രത്യാശയ്ക്കാണ്. കർത്താവ് മനസ്സ് മാറ്റി നമ്മളോട് കരുണ കാണിക്കും. ആ പ്രത്യാശയ്ക്ക് കർത്താവ് ഉത്തരം കൊടുക്കുകയാണ്. തൊട്ടടുത്ത വാക്യത്തിൽ 10ാമത്തെ വാക്യം, തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി. പ്രത്യാശയ്ക്ക് ഉത്തരമുണ്ട്. അപ്പോ 5ാമത്തെ ഘട്ടം ഹോപ്പാണ്, പ്രത്യാശയാണ്. ഈ 5 ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ മാനസാന്തരത്തിന്റെ യാത്ര നടക്കേണ്ടത്. അതിന്റെ ഒടുക്കം ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് തെഷുവ, റിട്ടേൺ, തിരിച്ചുവരവ്. അതാണ് ജോയൽ 2 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ജോയൽ 2:12 നമ്മൾ കാണുന്നില്ലേ, കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും, അറ്റ്ലീസ്റ്റ് നൗ, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും ദരിദ്രത്തോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ പക്കലേക്ക് തിരിച്ചു വരുവേൻ. ആ തിരിച്ചുവരവല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ലൂക്ക 15 പ്രോഡിഗൽ സൺ, ധൂർത്തപുത്രന്റെ ബൊമ്മയിൽ നമ്മൾ കാണുന്നത്. പിതാവിന്റെ ഭവനത്തിലേക്ക്, പിതാവിന്റെ സ്നേഹത്തിലേക്ക് അവൻ തേഷുവ നടത്തുകയാണ്, അവൻ തിരിച്ചു വരികയാണ്, റിട്ടേൺ ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ തിരിച്ചറിവോടുകൂടെ ഞങ്ങളുടെ ദൗത്യങ്ങളിലേക്ക്, കേവല കർത്താവെ 1-2 പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ദൗത്യങ്ങളിലേക്ക്, ഞങ്ങളെ നീ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളിലേക്ക് ഞങ്ങൾ തിരിച്ചു വരട്ടെ. ആ തിരിച്ചുവരവ് സാധ്യമാകാൻ നമുക്ക് ഒരുമിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരിലേക്ക് ഇത് സ്നേഹത്തോട് പങ്കുവെക്കുകയും ഇത് സമാധാനത്തോടെ ഇരുന്ന് കേട്ട് പ്രാർത്ഥിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യണം. ഹോംവർക്കുകളുടെ ലിസ്റ്റ് ഉണ്ട്. ഹോംവർക്കുകളുടെ 2-3 ലിസ്റ്റ് 2-3 എണ്ണം പറയാം. ഇന്നലെയൊക്കെ ഹോംവർക്ക് അത് ചെയ്യുക എന്ന് പറഞ്ഞവരുണ്ട്. തേഷുവ കണ്ടെത്തിയവരൊക്കെയാണ്. തേഷുവായി പോട്ടെ, താർഷീഷ് തങ്ങളുടെ കംഫർട്ട് സോണിന്റെ താർഷീഷ് കണ്ടെത്തിയവരൊക്കെ റെസ്പോണ്ട് ചെയ്തു. അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യട്ടെ. 1ാമത്തത് വായിക്കാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ വായിക്കുക. അതിപ്പോ കിട്ടി നിങ്ങൾക്ക്. 2ാമത്തത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴല്ലോ ഒരു എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്, ഒരു ആത്മപരിശോധന. എവിടെയെങ്കിലുമൊക്കെ സമാധാനമായിട്ട് 10 മിനിറ്റ് ഇരുന്ന് വാട്ട്സ് ഹാപ്പനിങ് വിത്തിൻ മീ, എന്താണ് എന്നിൽ നടക്കുന്നത് എന്നൊരു ആത്മശോധന ചെയ്യുക. 3ാമത്തത് നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങണം. കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോണ്ടല്ലോ, ഞാനത് നീട്ടുന്നില്ല, പിന്നീട് ഒരു ടോക്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി പറയാൻ 4 വാക്ക്. കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോൾ 4 കാര്യങ്ങൾ ഉണ്ടാകണം. 4 ക്വാളിറ്റീസ് കുമ്പസാരത്തിൽ നമുക്ക് ഉണ്ടാകണം. 1ാമത്തത് ട്രൂത്ത്, സത്യം ഉണ്ടാകണം, നമ്മളെ നിന്ന് കബളിപ്പിക്കരുത്, ട്രൂത്ത്. 2 സോറോ, സങ്കടം ഉണ്ടാകണം. നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട 4 ക്വാളിറ്റീസ് ആണ്. 1ാമത്തത് ട്രൂത്ത്, സത്യം ഉണ്ടാകണം. സത്യമില്ലാത്ത ഒരാൾക്ക് നല്ല കുമ്പസാരം നടത്താൻ പറ്റില്ല. 2 സോറോ, സങ്കടം ഉണ്ടാകണം, പറ്റിപ്പോയല്ലോ, ആ സങ്കടമില്ലെങ്കിലും കുമ്പസാരം ജനുവിനല്ല. 3ാമത്തത് കൺഫെഷൻ, ക്ലിയർ ആൻഡ് സിമ്പിൾ, ലളിതമായി വ്യക്തമായി കൺഫെഷൻ നടത്താൻ പറ്റണം, അത് ക്വാളിറ്റിയാണ്. 4ാമത്തത് അമെൻമെന്റ്സ്, തിരുത്തലുകൾ വരണം. തിരുത്തലുകൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് കുമ്പസാരം മീനിങ് ഫുൾ ആകുന്നത്. ഈ 4 ക്വാളിറ്റി കുമ്പസാരത്തിന് നമുക്ക് ഒരുങ്ങാം. മറ്റൊരു ഹോംവർക്ക് കൂടെ തരാനുള്ളത്, ഇതിനെ ഇങ്ങനെ ഞാൻ വിളിക്കാം,
നമ്മുടെ ജീവിതത്തിന്റെ നിനിവേ വയലൻസ് കണ്ടെത്തണം. നിനിവേ വയലൻസ്. ഇവിടെ നിനിവേക്കാർക്ക് എന്തൊക്കെ തെറ്റുകളുണ്ടായിരുന്നല്ലോ, അതല്ലേ കർത്താവ് തിരുത്തിയത്. നമ്മുടെ ജീവിതം നിനിവേ വയലൻസ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം അറിയാമോ? ഒരു 7 ദിവസം അതില്ലാതെ ജീവിക്കാൻ പഠിക്കണം. അതിപ്പോ ചിലപ്പോൾ നമ്മുടെ ദേഷ്യമായിരിക്കും, ഇത്രയും ചെയ്തേ, ജീവിതകാലം മുഴുവൻ നമ്മളെ കൊണ്ട് ഉടനെ പ്രഖ്യാപിക്കേണ്ട, പക്ഷെ ഒരു 7 ദിവസം ഞാൻ കോപിക്കില്ല. ശ്രമിച്ചു നോക്കിക്കേ, ഒരു ഡീടോക്സിഫിക്കേഷൻ നടക്കുന്ന നമ്മളിൽ ചെറുതങ്ങ് മാറിപ്പോന്നേ പോട്ടെ. ഒരു 7 ദിവസത്തേക്ക് ഞാൻ ഗോസിപ്പിംഗ് പറയില്ല. 7 ദിവസത്തേക്ക് ഞാൻ അലസനായിരിക്കില്ല, ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. 7 ദിവസത്തിലേക്ക് ഞാൻ അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ, വർത്തമാനങ്ങൾ പറയില്ല. നിനിവേ വയലൻസ് കണ്ടെത്തുക, അതാണ് ഒരു സ്പെഷ്യൽ ഹോംവർക്ക്. നിനിവേ വയലൻസ്, നമ്മളിലെ നിനിവേ വയലൻസ് കണ്ടെത്തി അതിനെ തിരുത്താൻ ശ്രമിക്കുക. ഇന്നത്തേക്കുള്ള ചെറിയ പ്രാർത്ഥന. ഫാദർ, ഐ റിട്ടേൺ because you are good. Father, I return because you are good. പിതാവേ, ഞാൻ തിരിച്ചു വരുന്നു, കാരണം നീ നല്ലവനാണ്. സുഹൃദേവം പോലെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഫാദർ, ഐ റിട്ടേൺ ബിക്കോസ് യു ആർ ഗുഡ്. പിതാവേ, ഞാൻ തിരികെ വരുന്നു. പിതാവേ, ഞാൻ എൻ്റെ തേശുവ നടത്തുന്നു. പിതാവേ, ഞാൻ എൻ്റെ തേശുവ നടത്തുന്നു ബിക്കോസ് യു ആർ ഗുഡ്. കാരണം നീ നല്ലവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ശംസിക്കായി തേശുവ ധ്യാനത്തിന്റെ ഈ 2ാം നാളിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഈശോ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ലോർഡ് ജീസസ് അവർ ഫാദർ, പിതാവേ, ഞങ്ങളിതാ തിരികെ വരുന്നു, കാരണം നീ നല്ലവനാണ്. ഫാദർ, വി റിട്ടേൺ ബിക്കോസ് യു ആർ ഗുഡ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിനിവേ യാചനയോട് ചേർന്ന് 3 നോമ്പിൻ്റെ ഈ നാളുകളിൽ നമ്മൾ നടത്തുന്ന ധ്യാനം തേശുവ, ദ റിട്ടേൺ ടു ദ ഫാദേഴ്സ് ഹോം. പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ നടത്തുന്ന ഈ മടക്കയാത്ര, തേശുവ ധ്യാനത്തിൻ്റെ 3ാം നാളിലേക്ക്, സമാപന എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നിയ 1-2 കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഒന്ന്, ഒട്ടനവധി പേര് ഹോംവർക്കുകൾ ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അച്ഛാ, ഞങ്ങൾ ആ ഹോംവർക്ക് ചെയ്തു. ഇന്ന് രാവിലെയും കൂടി വിളിച്ചൊരാൾ പറഞ്ഞത്, അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ അവിടെ വെച്ച് തന്നെ പോസ്റ്റ് ചെയ്തിട്ട് യോന പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം പോയി വായിച്ചു. ശരിയാണ്, 2nd എപ്പിസോഡിൻ്റെ ഹോംവർക്ക് അതായിരുന്നു, യോന 3-ാം അധ്യായം വായിക്കാനായിരുന്നു. എന്നിട്ട് പറഞ്ഞ ഒരു കാര്യം എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. അത് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ജോബിൻ്റെ പുസ്തകം വായിക്കാൻ ഇൻസ്പിറേഷൻ കിട്ടിയെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനൊരു കാര്യം, പക്ഷെ വലിയ കാര്യമല്ലേ. അതായത് ഞാൻ തുടക്കമിട്ടത് അല്ലെങ്കിൽ ഒന്ന് തുറന്നു തന്നത് ബാക്കി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് പോയി ജോബിൻ്റെ പുസ്തകം കൂടെ വായിച്ചിട്ടാണ് അച്ചോ ഞാൻ പിന്നെ ബാക്കി ടോക്ക് കേട്ടത്. നല്ല കാര്യം. പിന്നെ വേറെ ഒരു ഫീഡ്ബാക്ക് നന്നായിട്ട് ആളുകൾ പറഞ്ഞത്, നിങ്ങളതിനെ ടേക്കപ്പ് ചെയ്തതിനെ ഞാനും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതായത് ചില വാക്കുകൾ, നിനിവേ വയലൻസ് ഞങ്ങൾക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു. ഒപ്പം തന്നെ പലരും ആ പ്രാർത്ഥന ആവർത്തിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഫാദർ, ഐ റിട്ടേൺ ബിക്കോസ് യു ആർ ഗുഡ്. പിതാവേ, ഞാൻ തിരികെ വരുന്നു, കാരണം നീ നല്ലവനാണ്. എൻ്റെ തിരികെ വരവിൻ്റെ കാരണം ഞാൻ നല്ലവനായതുകൊണ്ടല്ല, നീ നല്ലവനാണ് എന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളിതിനെ, ഈ തേശുവ ധ്യാനത്തെ സ്വീകരിക്കുന്നതിനെ, അതിൻ്റെ കൂടെ ആയിരിക്കുന്നതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇന്ന് അവസാന ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ടോക്കിന് മുമ്പ് ഇവിടെ വെച്ച് പോസ്റ്റ് ചെയ്ത് വായിക്കേണ്ടത് യോന പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായമാണ്. യോന 4-ാം അധ്യായം. അതിനോട് ചേർന്ന് അധികം താല്പര്യമുള്ളവർക്ക് മത്തായി സുവിശേഷം 18-ാം അധ്യായം, ലൂക്ക 6-ാം അധ്യായം, 2 കോരിന്തോസ് 5-ാം അധ്യായം, ഇതൊക്കെ പറ്റുന്നത് പോലെ സമയമുള്ളവർ വായിച്ചാൽ നല്ലത്. അതായത് നമ്മൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ഫോക്കസ് എന്തെന്നറിയാമോ? ഇന്നത്തെ ടോക്കിൻ്റെ മെയിൻ കാര്യം ഇതാണ്: റിപ്പൻറ്റൻസ് മസ്റ്റ് റീച്ച് ദ ഹാർട്ട്. ഈ മാനസാന്തരം ഒരു ഉപരിതലത്തിൽ, ബാഹ്യതലത്തിൽ നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് അത് ഹൃദയത്തിൽ സംഭവിക്കണം. ഹൃദയത്തിൽ സംഭവിച്ചില്ലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ മാനസാന്തരപ്പെട്ടതുപോലെ തോന്നിപ്പിക്കും. കാണുന്ന ആർക്കും തോന്നും മാനസാന്തരം നടന്നു. പക്ഷേ ഉണ്ടല്ലോ, ആ കയ്പ് അകത്ത് ശേഷിക്കും, ഒരു ബിറ്റർനെസ് അകത്ത് ശേഷിക്കും. യോനായ്ക്ക് അതല്ലേ സംഭവിച്ചത്? നിനിവേ നിവാസികൾ മുഴുവൻ മാനസാന്തരപ്പെട്ടു, ദൈവകരുണ അനുഭവിച്ചു. പക്ഷെ യോനായുടെ ഉള്ളിൽ ഒരു കയ്പ് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ നടന്നില്ലല്ലോ, അതൊരു കയ്പായിട്ട് അവിടെ കിടക്കുന്നു. നമുക്ക് പലർക്കും അങ്ങനെ ഒന്നുണ്ട്. മാനസാന്തരമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ഒരു കയ്പ് അവിടെ
ശേഷിക്കുന്നുണ്ട്. അതിനെ നമുക്ക് തിരുത്തണം. ആ ആഗ്രഹത്തോടെ വേണം നമ്മൾ ഇന്ന് ധ്യാനത്തിലേക്ക് പ്രവേശിക്കണം. അതായത് ഈ നോമ്പുണ്ടല്ലോ, ഈ 3 നോമ്പ്, ഇനി ഇതാ വരാൻ പോകുന്ന 50 നോമ്പ്, ഇവിടെയൊക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് കേവലം നമ്മൾ പാപത്തിൽ നിന്ന് തിരിയുന്നു എന്നത് മാത്രമല്ല, നമ്മൾ 1-2 പാപങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നത് മാത്രമല്ല, മറിച്ച് പിതാവിൻ്റെ ഹൃദയം സ്വന്തമാക്കണം. കരുണയുള്ള പിതാവിൻ്റെ ഹൃദയം സ്വന്തമാക്കുന്ന അനുഭവമാണ് മാനസാന്തരം. അതാണ് ക്ലൈമാക്സ്. പാപം ഉപേക്ഷിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു ഘട്ടം മാത്രമാണ്. പിതാവിൻ്റെ ഹൃദയം സ്വന്തമാക്കണം. പിതാവ് എന്താണോ, കരുണയുള്ള പിതാവ് ചിന്തിക്കുന്നത്, അങ്ങനെ ചിന്തിക്കാൻ പാകത്തിൽ നമ്മുടെ ഹൃദയം രൂപപ്പെടണം. ഇത്രയുമൊക്കെ ആമുഖം പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ചിന്തകളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തത്, യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. യോന അസംതൃപ്തൻ, കുപിതൻ. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, വല്ല കാര്യമുണ്ടോ, ഞാൻ അവൻ മര്യാദയ്ക്ക്, എനിക്കറിയാതെ ഇതൊക്കെ ഇങ്ങനെ അവസാനിക്കത്തുള്ളൂ, ഇതുങ്ങൾ നന്നാകും, അപ്പോൾ പിതാവ് കരുണ കാണിക്കും, പിന്നെ ഞാൻ വെറും പൊട്ടനാകും. ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ. ഇന്നലെ നമ്മൾ നിനിവേ വയലൻസ് കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിനിവേ വയലൻസ് കണ്ടെത്തണമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഒരു ചെറിയ ഫ്രേസ് പറഞ്ഞു തരാം, നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യണത്. എന്തെന്നറിയാമോ? അത് ദ അൺകൺവേർട്ടഡ് സോങ്. ദ അൺകൺവേർട്ടഡ് സോങ്. ദ അൺകൺവേർട്ടഡ് സോങ്. നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത് മാറാത്ത ഒരു മേഖല, മാനസാന്തരം വരാത്ത ഒരു മേഖല. യോനായ്ക്ക് സംഭവിച്ചതുപോലെ ആ മേഖല എ കൈൻഡ് ഓഫ് സ്പിരിച്വൽ പ്രൈഡാണ്, ആത്മീയ അഹങ്കാരത്തിൻ്റെ മേഖലയാണത്. അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ സെൻറ്റൻസിൽ അത് കൃത്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഐ വോണ്ട് മേഴ്സി ഫോർ മീ ബട്ട് ജസ്റ്റിസ് ഫോർ ദം. കേട്ടു നോക്കിക്കേ. ഐ വോണ്ട് മേഴ്സി ഫോർ മീ ബട്ട് ജസ്റ്റിസ് ഫോർ ദം. എനിക്ക് കരുണ കിട്ടണം, പക്ഷെ അവർക്ക് നീതി. അപ്പം നീതിയുടെ ഭാഗമായിട്ട് എന്തും കൂടെ വരും? ശിക്ഷ. എനിക്ക് കരുണ, ഞാൻ കർത്താവിൻ്റെ കരുണയൊക്കെ അനുഭവിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം, പക്ഷെ അവരുടെ മേൽ കർത്താവിൻ്റെ നീതി നടപ്പിലാക്കണം എന്നാഗ്രഹിക്കുന്ന ആത്മീയ അഹങ്കാരം, ഞാനെന്തോ മെച്ചമാണെന്ന് ചിന്തിക്കുന്ന ആത്മീയരുടെ എണ്ണം കൂടുന്നുണ്ട് കേട്ടോ ഈ കാലത്ത്. അല്പം അധികം പ്രാർത്ഥിക്കുന്നവർ, കർത്താവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നവർ, പള്ളിയോട് പ്രാർത്ഥനകളോട് ചേർന്ന് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ചേക്കണേ. ഒരിക്കലും ഞാനെന്തോ മെച്ചമാണെന്നൊരു തോന്നൽ തലേ കയറിയേക്കരുത്. അത് കയറുന്ന ദിവസം ഈ അപകടം വരികയാണ്. സ്പിരിച്വൽ പ്രൈഡ്, ആത്മീയ അഹങ്കാരം, ആരും ആരേക്കാൾ മെച്ചമാണെന്ന് വിചാരിക്കാതിരിക്കുക. ഇന്നതുണ്ട്. ചിലരുടെയൊക്കെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്കൂടെ സങ്കടം വരും. ഞാൻ അങ്ങനെയൊക്കെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ മേന്മ നടിക്കുന്നവർ. ആ ഡയലോഗ് കേൾക്കുമ്പോൾ പഴയ ഫരിസേയൻ്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. പള്ളിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഈ ചുങ്കക്കാരനെ പാപിയെ പോലെയൊന്നുമല്ല, ഇവന്മാരെ പോലെ ഞാനിങ്ങനെ കറങ്ങി നടക്കുമോ, ഞാൻ ഈ ഉഴപ്പൊന്നും കാണിക്കുമോ, ഞാൻ വെള്ളം അടിക്കത്തില്ല, ഞാനൊരു ചീത്ത പരിപാടിക്കും പോകുന്നില്ല. അത് പറഞ്ഞു മെല്ലെ ഒരു ആത്മീയ അഹങ്കാരം തലേ കയറുകയാണ്, സ്പിരിച്വൽ പ്രൈഡ്. അത് ദ അൺകൺവേർട്ടഡ് സോണായിട്ട് കിടക്കുക. ആ മേഖലയിൽ മാറ്റം വന്നിട്ടില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും കൊന്തയെല്ലിയിട്ടും, ഇത്രയും ബൈബിൾ വാക്യങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ടും, ഇത്രയും മുട്ടുമ്മ നിന്നിട്ടും, ആ തഴമ്പെല്ലാം മുട്ടേ വന്നിട്ടും, ഇത്രയും കൈവിരിച്ച് പിടിച്ചിട്ടും എന്താ ആ മേഖല ശരിയാകാത്തത്? ദാറ്റ് ഈസ് യുവർ അൺകൺവേർട്ടഡ് സോങ്. ദ അൺകൺവേർട്ടഡ് സോങ്, സ്പിരിച്വൽ പ്രൈഡ്. ചില വാക്യങ്ങൾ നോട്ട് ചെയ്തു. 1 കോറിന്തോസ് 10:12. 1 കോറിന്തോസ് അത്യാവശ്യമൊക്കെ പ്രാർത്ഥനയും ദൈവവിചാരവും ഒക്കെ ഉള്ളവർ ഗൗരവത്തോടെ കുറിച്ചിടേണ്ട വാക്യമാണ്. 1 കോറിന്തോസ് 10:12. 1 കോറിന്തോസ്, ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. നിൽക്കുന്നതിൽ മേന്മ നടിക്കരുതെന്ന്. നിൽക്കുന്നെങ്കിൽ ദൈവകൃപയാണ്. നിൽക്കുന്നതിൽ അഭ്രമിക്കരുത്, വീഴ്ച ചാരത്തുണ്ട്. നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. അടുത്തത് റോമാലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. ഇങ്ങനെയാണത്. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. ഡോണ്ട് ജഡ്ജ് അതേഴ്സ്. ഡോണ്ട് ജഡ്ജ് അതേഴ്സ്. അവിടെയാണ് ഈ യോനായിക്ക് നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മനസ്സിലാക്കുന്നത്. യോനായും ആ ചെടിയുമായിട്ടുള്ള എപ്പിസോഡില്ലേ, അതിനുശേഷം വായിച്ചു വരുമ്പോൾ നിങ്ങളിത് യോന 4-ാം അധ്യായം വായിച്ചിട്ടാണ് വന്നെങ്കിൽ അറിയാം. യോന ഇങ്ങനെ തളർന്നു കുത്തി ഇരിക്കുമ്പോൾ ഒരു ചെടി കിളുത്തു. ആ ചെടിയിൽ യോന സന്തോഷിച്ചു.
അത് കണ്ടിട്ട് കർത്താവ് എന്ത് ചെയ്തു? ചെടിയെ കരിച്ചു കളഞ്ഞു. ഉടനെ യോനായ്ക്ക് രോഷം തിളച്ചു. എന്ത് മര്യാദകേടാണോ കർത്താവെ താനീ കാണിച്ചത്? ആ ചെടി എന്ത് ദ്രോഹം ചെയ്തു? അപ്പൊ കർത്താവ് പറയുക, യോനടാ, ഒരു ദിവസം മാത്രം പഴക്കമുള്ള ചെടിയോട് നിനക്ക് അനുകമ്പ തോന്നി, എന്നിട്ട് അങ്ങനെയെങ്കിൽ ഈ ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നാൻ പാടില്ലെന്നോ? എൻ്റെ കരുണയെ ചോദ്യം ചെയ്യാൻ നീ ആര്? യോനയുടെ സങ്കടം അതാ. യോനയുടെ സങ്കടം, കർത്താവ് എന്താ ഇവന്മാരെ ശിക്ഷിക്കാഞ്ഞത്? കർത്താവിന് എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും? കർത്താവ് കരുണയുള്ള ദൈവമല്ലേ? കർത്താവിൻ്റെ കരുണയെ അളക്കാൻ നിൽക്കരുത്. നമുക്ക് പറ്റുന്ന അപകടമാണ്. കർത്താവ് എന്താ ഇവരെ ഒന്നും ചെയ്യാത്തത്? നമ്മുടെ പലരുടെയും സങ്കടമല്ല. ഇവനൊക്കെ ഈ കുരുത്തക്കടെല്ലാം കാണിച്ചിട്ടും ഇവനെന്താ ഒരു ശിക്ഷയും കിട്ടാത്തത്? ഇവനൊക്കെ ഇങ്ങനെ വളർന്ന് പോവുകയാണല്ലോ. കർത്താവിൻ്റെ കരുണയ്ക്ക് അതിര് നിശ്ചയിക്കാൻ നീ ആരാണ്? കർത്താവിൻ്റെ കരുണയെ വിലക്കാൻ നിൽക്കുമ്പോൾ നീ യോന കളിക്കുകയാണെന്ന് ഓർക്കണേ. കർത്താവിൻ്റെ കരുണയെ പരിമിതപ്പെടുത്താൻ പോകരുത്. കർത്താവ് ചോദിക്കുന്നത്, ഷുഡ് ഐ നോട്ട് പിറ്റി നിനിവേ? നിനക്ക് ആ ചെടിയോട് അനുകമ്പ തോന്നിയെങ്കിൽ എനിക്ക് നിനിവയോട് കരുണ കാണിക്കാൻ പാടില്ലെന്നുണ്ടോ എന്നാണ് കർത്താവിൻ്റെ ചോദ്യം. അതായത് ഇന്ന് നമ്മൾ ഈ അവസാനത്തെ എപ്പിസോഡിൽ പറഞ്ഞു നിർത്താൻ പോകുന്ന കാര്യം എന്നറിയാമോ? ഈ റിപ്പൻറ്റൻസ്, മാനസാന്തരത്തിൻ്റെ യാത്രയുടെ അവസാനം ഏത് വാക്കായിരിക്കണം? ഓർത്തു വെച്ചേ, മാനസാന്തരത്തിൻ്റെ യാത്രയുടെ അവസാനം മേഴ്സി, കരുണയാകണം. മാനസാന്തരം അർത്ഥവത്തായോ നമ്മുടെ ജീവിതത്തിൽ? അത് മനസ്സിലാക്കേണ്ടത് കരുണ ഉള്ളിൽ നിറഞ്ഞോ? ദൈവ കരുണ അനുഭവിച്ചവർ ആ കരുണ ഉള്ളിൽ നിറച്ച് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുമ്പോഴാണ് മാനസാന്തരം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. ഇഫ് വി റിസീവ് ഫോർഗിവ്നെസ് ആൻഡ് റിഫ്യൂസ് ടു ഫോർഗിവ്, വി റിമെയിൻ അൺഹീൽഡ്. ദൈവകരുണ സ്വീകരിച്ചിട്ട് കർത്താവിൻ്റെ ക്ഷമ സ്വീകരിച്ചിട്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, കരുണ കാണിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, ദാറ്റ് മീൻസ് യു റിമെയിൻ അൺഹീൽഡ്. നീ ഇപ്പോഴും നിൻ്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല. മാനസാന്തരപ്പെട്ടു നന്നായെന്നൊക്കെ പറയുന്നതേ ഉള്ളൂ, അകത്തെ മുറിവ് ഉണങ്ങിയിട്ടില്ല. കരുണ സ്വീകരിച്ചവൻ കരുണ കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് മാനസാന്തരം പൂർത്തിയാകുന്നത്. കർത്താവ് നിന്നോട് ക്ഷമിച്ചെങ്കിൽ നീ മറ്റുള്ളവരോടും ക്ഷമിക്കാൻ തുടങ്ങുക. അതുകൊണ്ട് കരുണയാണ് മാനസാന്തരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് ഓർത്തേക്കണേ. ഞാൻ കർത്താവിലേക്ക് തിരിഞ്ഞോ, ഞാൻ നന്നായോ, തീർന്നില്ല. നിന്നിൽ ആ കരുണ നിറഞ്ഞോ, നീ കരുണ കൊടുക്കാൻ തുടങ്ങിയോ? അത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. ഒരു വിഷയം കൂടെ കേൾക്കാനും പഠിക്കാനും ഇഷ്ടമുള്ളവർക്ക് വേണ്ടി പറയാം. ഈ യോനായും ഈശോയും തമ്മിൽ ഇങ്ങനെ സാമ്യങ്ങൾ കണ്ടുപിടിക്കാം, സാമ്യവും വ്യത്യാസവും. എവിടൊക്കെയാണ്? ഒരു 3-4 കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ യോനായും ഈശോയും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. പ്രോട്ടോടൈപ്പാണ്. യോന അവൻ്റെ ദൗത്യത്തിൽ നിന്ന് ഓടി അകന്നവനാണ്. ഈശോയാകട്ടെ അവൻ്റെ മിഷനെ, അവൻ്റെ ദൗത്യത്തെ സ്നേഹപൂർവ്വം ആശ്ലേഷിച്ചവനാണ്. യോന അവൻ പ്രഘോഷിച്ചത് മടിയോടെയാണ്. യോന പ്രീച്ച്ഡ് വിത്ത് റിലക്റ്റൻസ്, മടിയോടെയാണ് പ്രഘോഷിച്ചത്. ഈശോയോ കരുണയോടെയാണ് പ്രഘോഷിച്ചത്. യോനായുടെ ശൈലി കോപമാണ്, കർത്താവാകട്ടെ കരുണയുടെ ആൾരൂപമായിരുന്നു. യോനായുടെ പ്രഘോഷണം നിനിവേയ്ക്ക് രക്ഷ നൽകിയെങ്കിൽ ഈശോയുടെ പ്രഘോഷണം ലോകം മുഴുവനും രക്ഷയായിട്ട് മാറി. അപ്പോൾ ഈ പ്രഘോഷണവും അതിൻ്റെ തുടർന്നുള്ള മാനസാന്തരത്തിൻ്റെ ക്ലൈമാക്സ് കരുണ. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. കരുണ അനുഭവിച്ചൊരു ജനം ജീവിക്കേണ്ട ഒരു ജീവിത രീതിയുണ്ട്. അത് നിങ്ങൾ വായിക്കേണ്ടത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. നമ്മളിലെ മാനസാന്തരം പൂർണ്ണമായോ എന്നറിയാൻ ഈ 4-5 വാക്കുകൾ നോട്ട് ചെയ്ത് വെച്ചേക്ക്. അത് ഈ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. ആദിമ സഭ അപ്പം മുറിക്കൽ, പ്രബോധനം, കൂട്ടായ്മ, പ്രാർത്ഥന എന്നിവർ ഒരുമിച്ചിരുന്നു, അവർ ആനന്ദത്തോടെ ജീവിച്ചു എന്നൊക്കെ പറയുന്ന ഭാഗമില്ലേ? അപ്പം ഈ 4-5 വാക്കുകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രൂഫ് ദാറ്റ് യുവർ റിപ്പൻറ്റൻസ് ഇസ് ട്രൂ ആൻഡ് ജെനുവിൻ. ഏതൊക്കെയത്? 1, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോ. 2, പരിശുദ്ധ കുർബാനയിലേക്ക് തിരിച്ചു വന്നോ. 3, ഫെലോഷിപ്പ്, കൂട്ടായ്മയിലേക്ക് തിരിച്ചു വന്നോ. 4, ജനറോസിറ്റി, പങ്കുവെക്കാൻ തുടങ്ങിയോ? നീ ഉള്ളത് പങ്കുവെക്കാൻ തുടങ്ങിയോ? 5-മത്തത് ജോയ്, ആനന്ദം അനുഭവിക്കുന്നുണ്ടോ? ഈ 5 കാര്യങ്ങൾ വെച്ച് വിലയിരുത്തണം നമ്മുടെ മാനസാന്തരം പൂർണ്ണമായിരുന്നോ. ഒരു പാപം ഉപേക്ഷിക്കുന്നത്, ചാക്കൊടുത്ത് ചാരം പൂശുന്നത്, ഉപവാസം എടുക്കുന്നത് മാത്രമല്ല മാനസാന്തരം. അതൊക്കെ അതിൻ്റെ മാർഗമാണ്. അതിൻ്റെ അവസാനം ഇങ്ങനെ ഒരു ജീവിത ശൈലി ജീവിക്കണം. പരിശുദ്ധ കുർബാനയിലേക്ക്, ഒപ്പം പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ജനറോസിറ്റി, പങ്കുവെക്കലിലേക്ക്, ആനന്ദത്തിലേക്ക് തിരിച്ചു വരണം. കഴിഞ്ഞു നമ്മുടെ തേഷുവാ ധ്യാനം. ഹോംവർക്കുകളുണ്ട്. ഹോംവർക്കുകൾ ഒരു 3-4 എണ്ണം ഉണ്ട്.
അവസാനത്തെ ധ്യാനത്തിന് പോലും സമാധാനം തരികയിലെ അച്ചു എന്ന് ചോദിക്കരുത്. പക്ഷെ ഒരു 4 ഹോംവർക്ക് ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ എന്ന് വെക്കാം. ഒന്നാമത്തത് വായിക്കേണ്ട ഭാഗങ്ങൾ യോന 4-ാം അധ്യായം, ഒപ്പം മത്തായി 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ, അത് വായിച്ചു വെച്ചേക്ക്. അടുത്തത്, നിങ്ങൾക്ക് ക്ഷമിക്കാൻ ബാക്കിയുള്ളവരെ ഓർത്ത് ഇനി 7 ദിവസം വെച്ച്, ഇന്നലെ നമ്മൾ ആ 7 ദിവസത്തിൻ്റെ കണക്ക് പറഞ്ഞില്ലേ, 7 ദിവസം ഒരാൾ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ ബാക്കിയുള്ള ഒരാളെ ഓർത്തേ, ആ ഒരാൾക്ക് വേണ്ടി ഇനിയുള്ള 7 ദിവസം പ്രാർത്ഥിക്കണം. കർത്താവേ അവരെ അനുഗ്രഹിക്കണമേ, ലോർഡ് ബ്ലസ് ദം. ഇത് പറയുമ്പോൾ തന്നെ ചിലരുടെയൊക്കെ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആരെ ഓർത്താണ് ഇത് പ്രാർത്ഥിക്കേണ്ടതെന്ന്. 7 ദിവസം അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അടുത്തത്, ഒരു കരുണയുടെ പ്രവൃത്തി ചെയ്യണം. ഒരു കരുണയുടെ പ്രവൃത്തി ഈ തേഷുവ ധ്യാനത്തിൻ്റെ ടെയിൽ എൻഡായിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ എന്താണ് എന്നെക്കൊണ്ട് ഇപ്പോൾ ചിലർ ചിന്തിക്കും, ചില അമ്മമാരൊക്കെ, അച്ഛാ ഞാൻ ഈ മുറിക്കാതിരിക്കുന്ന ഞാൻ എന്ത് കരുണ ചെയ്യാനാണ്? ഞാനൊരു 4-5 കരുണ ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു തരട്ടെ. നേരെ വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ, നീട്ടി പറയുന്നില്ല. 1, എ വിസിറ്റ്, ഒരു സന്ദർശനം നടത്താൻ പറ്റുമോ? അതിൽ കരുണയുണ്ട്. 2, ഒരു കോൾ, ഒരു ഫോൺ കോൾ വിളിക്കാൻ പറ്റുമോ? അതിലൊരു കരുണയുണ്ട്. 3-മത്തത്, ഒരു സഹായം ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അതിലൊരു കരുണയുണ്ട്. 4-മത്തത്, ഗീഫ്, ആർക്കെങ്കിലും എന്തെങ്കിലും നൽകാൻ പറ്റുമോ? അതിൽ കരുണയുണ്ട്. 5-മത്തത്, എൻകറേജ്, കുടുംബത്തിലോ ചുറ്റുമുള്ള ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാവോ? എൻകറേജ്, അതിനകത്തൊരു കരുണയുണ്ട്. ഇനി ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ 6-മത്തത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? അതിലും ഒരു കരുണയുണ്ട്. ഈ 6 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കരുണ ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ വിചാരം പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് കൊടുക്കുന്നത് മാത്രമാണ് കരുണയെന്നാണ്. അല്ല, പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് കൊടുക്കുന്നതല്ല, അത് ഒരു എക്സ്പ്രഷനാണ്. ഇങ്ങനെയും ചെയ്യാൻ നമുക്ക് കരുണ. ഈ 6 ഓർത്ത് വെച്ചേക്ക്. ഐദർ എ വിസിറ്റ്, ഒരു വീട്ടിൽ ചെന്ന് കയറുന്നതിൽ കരുണയുണ്ട്. 2, ഒരു ഫോൺ കോൾ, സംസാരിക്കാൻ ആരുമില്ലാത്ത ഒരാളെ നിങ്ങളൊന്ന് വിളിച്ചൊരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ അതിലൊരു കരുണയുണ്ട്. 3-മത്തത്, സഹായം ചെയ്യുമ്പോൾ, അതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതി, കരുണയുണ്ട്. 4, ഉള്ളതിൻ്റെ പങ്ക് ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് കരുണയുണ്ട്. 5, ഒരു പ്രോത്സാഹനം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒത്തിരി പേരുണ്ടെന്നേ. കഴിവുണ്ടോ എന്ന് സംശയത്തിൽ നിൽക്കുന്നവരുണ്ട്. അവരോട് നീ പറയുകയാണ് നന്നായിരിക്കുന്നു, അത് കരുണയാണ്. ആ നന്നായിരിക്കുന്നുള്ള വാക്ക് അവരെ വളർത്തും, കരുണ കാണിക്കാം. 6-മത്തത്, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവരെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിൽ കരുണയുണ്ട്. ഒരു ഹോംവർക്കും കൂടെ, മിഷൻ ഏൽപ്പിക്കുകയാണ്. ഈ തേഷുവ ധ്യാനം കൂടിയ കുറേ അധികം പേര്, ആയിരങ്ങൾ ഇതിനകത്ത് പങ്കെടുത്തു ഈ ദിവസങ്ങളിൽ. നിങ്ങൾക്ക് ഒരു മിഷൻ തരാം, എ മിഷൻ ഡിസിഷൻ. ഒരാളെ കർത്താവിലേക്ക് കൊണ്ടുവരാമോ? കുമ്പസാരം മുടങ്ങി നിന്ന, പള്ളി കയറാതിരുന്ന ഒരാളെ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി അവരെ മെല്ലെ പള്ളിയിലേക്ക്, കുമ്പസാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങളും യോനായുടെ വഴിയെ നടക്കാൻ പോവാണ്. ഒരു ദൗത്യം ഏറ്റെടുക്കാൻ പോവാണ്. അതിന് കഴിയട്ടെ. ഒരു നിനിവേ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. നിനിവേ ഒരു വ്യക്തിയാകാം, ഒരു കുടുംബമാകാം. ഒരു നിനിവേ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഒരു മിഷൻ ഫുൾഫിൽ ചെയ്യാൻ ഒരുങ്ങുക. ഇന്നത്തെ പ്രാർത്ഥന, നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രാർത്ഥനയാണ് അവസാനിപ്പിച്ചത്. ഇന്നത്തെ പ്രാർത്ഥന, ഫാദർ ഗിവ് മീ യുവർ ഹാർട്ട്, ഫാദർ ഗിവ് മീ യുവർ ഹാർട്ട്. ഇത്രയും കാലം പ്രാർത്ഥിച്ചത്, കർത്താവേ എനിക്കത് തരണേ ഇത് തരണേ എന്നല്ലേ. ഏറ്റവും വലിയ നിധി നമുക്ക് ചോദിക്കാം, പിതാവേ എനിക്ക് അങ്ങയുടെ ഹൃദയം തരണമേ. ഫാദർ ഗിവ് മീ യുവർ ഹാർട്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായി ഈശോ മിശിഹായേ, തേഷുവ ധ്യാനത്തിൽ പങ്കെടുക്കാൻ നീ ഞങ്ങളെ ഒരുക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ 3 ദിവസം ഞങ്ങളോടൊപ്പം ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് ഈ ധ്യാനം ഞങ്ങൾ ഒരുമിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു, ഫാദർ ഗിവ് മീ യുവർ ഹാർട്ട്. പിതാവേ ഞങ്ങൾക്ക് അങ്ങയുടെ ഹൃദയം തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.